നെക്സ്റ്റ് വൺ മൊഡ്യൂൾ 4 തന്നെ ആസ് യു ലൈക്ക് ഇറ്റിലെ ഒരു എന്താ പറയുക ക്യാരക്ടറിൻ്റെ സ്പീച്ച് പോലുള്ളൊരു പോമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് സ്പീച്ചെന്നും പറയാം, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് പോം എന്നും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ആസ് യു ലൈക്ക് ഇറ്റ് എന്നുള്ള പ്ലേ ഒരു റൊമാൻറ്റിക് കോമഡിയാണ്. വില്യം ഷേക്സ്പിയർ ആണ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് നമുക്കൊരു കുഞ്ഞു സമ്മറിയും ക്യാരക്ടേഴ്സിനെയൊക്കെ പരിചയപ്പെടാം. ഇതിനകത്ത് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന റോസലിൻഡ് ആണ് ഇതിനകത്ത് ഹീറോയിൻ. ഇൻ്റലിജൻ്റ് ആണ്. ഒർലാൻഡോ ഈസ് ഇൻ ലവ് വിത്ത് റോസലിൻഡ്. ഡ്യൂക്ക് സീനിയർ റോസലിൻ്റെ അച്ഛനാണ്. ഡ്യൂക്ക് സീനിയറിനെ അദ്ദേഹത്തിൻ്റെ ബ്രദർ ബാനിഷ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഫോറസ്റ്റ് ഓഫ് ആർഡൻ എന്നുള്ള ഫോറസ്റ്റിലാണ് അദ്ദേഹം ബാനിഷ്ഡ് ആയിട്ട് ജീവിക്കുന്നത്. ഡ്യൂക്ക് ഫെഡറിക് റോസലിൻഡിൻ്റെ അങ്കിളാണ്, അതായത് ബാനിഷ് ചെയ്ത ആൾ. അദ്ദേഹമാണ് ഇപ്പോൾ കോർട്ട് റൂൾ ചെയ്യുന്നത്. സീലിയ എന്ന് പറയുന്ന റോസലിൻ്റെ കസിൻ ആണ്, ലോയൽ ഫ്രണ്ടാണ്. ടച്ച് സ്റ്റോൺ എന്ന് പറയുന്നത് ഈ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഫൂളാണ്. അയാൾ ഫുൾ വിറ്റി ആയിട്ടുള്ള, അതായത് വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള റിമാർക്സ് ആണ് കൊടുക്കുന്നത്. പിന്നെ ജാക്ക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അയാളെ വിളിക്കുന്നത് നമ്മൾ മെലങ്കളി ജാക്ക് എന്നാണ്. അയാൾ ഫുൾ ടൈം സോറഫുൾ അല്ലെങ്കിൽ വളരെ സാഡായിട്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത്. അപ്പം അദ്ദേഹമാണ് ഈ ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് എന്നുള്ള സ്പീച്ച് അല്ലെങ്കിൽ പോം ഡെലിവർ ചെയ്യുന്നത്. ഒലിവർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും കൂടിയുണ്ട്. അത് നമ്മുടെ ഒർലാൻഡോ ഉണ്ടല്ലോ, റോസലിൻഡിനെ സ്നേഹിക്കുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ ക്രൂവലായിട്ടുള്ള എൽഡർ ബ്രദറാണ്. അപ്പോൾ സ്റ്റോറി ഇൻ ബ്രീഫ് എന്താണെന്ന് വെച്ചാൽ ഡ്യൂക്ക് ഫെഡറിക് റോസലിൻഡിനെയും റോസലിൻ്റെ അച്ഛനെയും ഒക്കെ ബാനിഷ് ചെയ്യുവാണ്. അപ്പോൾ അവർ റോസലിൻ്റെ ഫ്രണ്ടായിട്ടുള്ള സീലിയയും അവിടുത്തെ ഫൂളായിട്ടുള്ള ടച്ച് സ്റ്റോണും കൂടി ഫോറസ്റ്റ് ഓഫ് ആർഡനിൽ ബോയ്സ് ആയിട്ട് ഡിസ്ഗൈസ് ചെയ്ത് താമസിക്കുവാണ്. അതായത് സീലിയയും റോസലിൻഡും കൂടി ബോയ് ആയിട്ട് ഡിസ്ഗൈസ് ചെയ്ത് താമസിക്കുന്നു. ഒർലാൻഡോ ഒലിവറിൻ്റെ ആ ഒരു മിസ്ട്രീറ്റ്മെൻറ്റ് കൊണ്ടും അയാളും ഫോറസ്റ്റിലോട്ട് വന്നേക്കുവാണ്. ആ സമയത്ത് റോസലിൻഡ്, അതായത് ആൺവേഷം കെട്ടിയിരിക്കുന്ന റോസലിൻഡിനെ ഒർലാൻഡോ കാണുന്നു. ആൻഡ് പിന്നെ ഇവർ തമ്മിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇഷ്ടത്തിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോറസ്റ്റിൽ ഒരുപാട് മൾട്ടിപ്പിൾ ലവ് സ്റ്റോറീസ് അൺഫോൾഡ് ആവുന്നുണ്ട്. റോസലിൻഡും ഒർലാൻഡോയും, സീലിയയും ഒലിവറും, ടച്ച് സ്റ്റോണും ഓഡ്രിയും, സിൽവിയസും ഫീബും, അങ്ങനെ കുറച്ച് മൾട്ടിപ്പിൾ ലവ് സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. ഡ്യൂക്ക് ഫെഡറിക്കിന് സഡൻ ഒരു ചേഞ്ച് ഓഫ് ഹാർട്ട് ഉണ്ടാവുന്നു. ഡ്യൂക്ക് സീനിയറിനെ, അതായത് റോസലിൻ്റെ അച്ഛനെ തിരികെ വിളിച്ച് രാജ്യമൊക്കെ കൈ കൊടുക്കുന്നു. അപ്പോൾ 4 വെഡ്ഡിങ്സിലോട് കൂടിയാണ് ഈ പ്ലേ എൻഡ് ചെയ്യുന്നത്. അപ്പം ഒരു റൊമാൻറ്റിക് കോമഡിയാണ്. നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്റ്റോറി പോലെ ഇങ്ങനെ അറിഞ്ഞാൽ മതി. ഇങ്ങനെ ആൺവേഷം കെട്ടിയും ഒക്കെ ഫോറസ്റ്റിൽ പോയി താമസിക്കുന്നു, അതാണ്. അപ്പോൾ ഇവിടെ ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് എന്നുള്ളത് മെലങ്കളി ജാക്ക് പറയുന്ന ഒരു സ്പീച്ചാണ്. അതൊരു മെലങ്കളി ഫിലോസഫറാണ്. ആക്ട് 2 സീൻ 7 ഇത് ഹാപ്പൻ ചെയ്യുന്നത്. ഫോറസ്റ്റ് ഓഫ് ആർഡനിൽ വെച്ചിട്ടാണ് ഇയാൾ ഡെലിവറി ചെയ്യുന്നത്. ഇയാൾ ഡ്യൂക്ക് സീനിയറിൻ്റെ കൂടെ, അതായത് ഡ്യൂക്ക് നമ്മുടെ റോസലിൻ്റെ അച്ഛനായിട്ടുള്ള ബാനിഷ് ചെയ്യപ്പെട്ട ഡ്യൂക്ക് സീനിയറിൻ്റെ കൂടെയാണ് ഇദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ ഡ്യൂക്ക് സീനിയറും ബാക്കിയുള്ള കോർട്ടിലുള്ള ആളുകളും എല്ലാം ഇത് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ മെലങ്കളി ജാക്കിൻ്റെ സിനിക്കലായിട്ടുള്ള ഒരു നെഗറ്റീവ് റിഫ്ലക്ഷൻ ഓഫ് ലൈഫാണ് ഇത് പറയുന്നത്. അതായത് ഹ്യൂമൻസ് എല്ലാം ആക്ടേഴ്സ് പോലെയാണ്. അവരെല്ലാം അവരവരുടെ ടെമ്പററി റോൾസ് ഈ ഒരു ഗ്രാൻഡ് സ്റ്റേജ്, അതായത് ഈ എർത്തിൽ അല്ലെങ്കിൽ ഭൂമിയിലും അല്ലെങ്കിൽ വേൾഡിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ടെമ്പററി റോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോൾ വേണമെങ്കിലും മരിക്കാൻ. സോ വി ആർ പ്ലേയിങ് ടെമ്പററി റോൾസ് ഓൺ എർത്ത് അല്ലെങ്കിൽ ഇൻ ദിസ് വേൾഡ്. അപ്പോൾ ഈ സ്പീച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ 7 ഏജസിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ലൈഫ് സൈക്കിളിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു മനുഷ്യൻ ഏതൊക്കെ ലൈഫിൽ ഏതൊക്കെ സ്റ്റേജസിലൂടെ അല്ലെങ്കിൽ സൈക്കിളിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, അപ്പം മെലങ്കളി ജാക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ എപ്പോഴും ഒരു കൈൻഡ് ഓഫ് പെസിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്. അയാൾ കുറച്ച് സ്കെപ്റ്റിക്കലാണ്. അപ്പോൾ ഫസ്റ്റ് ലൈൻ നോക്കാം. ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് ആൻഡ് ഓൾ ദി മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. അപ്പോൾ ഷേക്സ്പിയർ കമ്പയർ ചെയ്യുന്നത് ലൈഫിനെ ഒരു സ്റ്റേജായിട്ടാണ്. ആൻഡ് അതിലുള്ള ആളുകളെ ആക്ടേഴ്സായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അവരവരുടെ റോള് ടെമ്പററി ആയിട്ട് പെർഫോം ചെയ്ത് പോകുന്നു. ദേ ഹാവ് ദെയർ എക്സിറ്റ്സ് ആൻഡ് ദെയർ എൻട്രൻസസ്. അവർക്ക് അവരുടേതായിട്ടുള്ള എക്സിറ്റും എൻട്രൻസും ഉണ്ട്. അതായത് ആളുകൾ ജനിക്കുന്നു, ആളുകൾ മരിക്കുന്നു. എൻട്രൻസ് എന്ന് വെച്ചാൽ പീപ്പിൾ ആർ ബോൺ ആൻഡ് പീപ്പിൾ ഡൈ, അതാണ് എക്സിറ്റ്. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്. ഒരു മനുഷ്യൻ ഒരുപാട് റോളുകളാണ് പ്ലേ ചെയ്യുന്നത്. അതായത് ഒരു ലൈഫിൽ ഒരാൾക്ക് ഒരുപാട് റോളുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ആക്ട് ഔട്ട് ചെയ്യേണ്ടി വരും. മകനായിട്ടും അച്ഛനായിട്ടും അല്ലേ, ഒരുപാട് റോളുകൾ ആക്ട് ഔട്ട് ചെയ്യേണ്ടി വരും. ഈ ആക്ട് 7 ഏജസ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻഫൻ്റ് ആണ്, അതായത് ഇൻഫൻസി. നമ്മൾ ഹെൽപ്ലെസ് ആണ്. നമ്മൾ ഓൾവേസ് വി വിൽ ബി ക്രൈയിങ്, വി വിൽ ബി വോമിറ്റിംഗ്. നമ്മളെ ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു മദർ ഓൾവേസ് വിൽ ബി കെയർഡ്, അല്ലേ, നമ്മളെ കെയർ ചെയ്യാൻ ഒരു നേഴ്സ് അല്ലെങ്കിൽ മദർ കാണും. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ് സ്റ്റേജ് ആണ്. നമ്മളൊരു റിലക്റ്റൻ്റ് ആയിട്ടുള്ളൊരു സ്കൂൾ ബോയ് അല്ലെങ്കിൽ ഒരു സ്കൂൾ ഗേൾ ആണ്. ഷൈനി ഫേസ്ഡ് ആണ്. പക്ഷേ നമ്മൾ എങ്ങനെ ആയിരിക്കും, നമ്മളെ ഡ്രാഗ് ചെയ്തുകൊണ്ട് വേണം നമ്മളെ സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ. എന്ന് വെച്ചാൽ നമുക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല.
തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് യൂത്താണ്. നമ്മളൊരു പാഷനേറ്റ് ലവറായിട്ട് മാറുന്നു. ഇമോഷണലാണ്, പൊയറ്റിക്കാണ്. നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്? നമ്മൾ ആ ലവിൻ്റെ റിജക്ഷനിൽ ചിലപ്പോൾ നമ്മൾ ഒരു ഫെർണസിലിരുന്ന് സൈ ചെയ്യുന്ന പോലെ, അതായത് ദീർഘനിശ്വാസമൊക്കെ വിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കും. നമ്മുടെ ഫീലിങ്സ് ഒക്കെ നമ്മൾ എക്സാജറേറ്റഡ് ആയി നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കും. നമ്മൾ ലവറാണ്, അല്ലെങ്കിൽ ഒരു യൂത്തിൽ ആ ഒരു സ്റ്റേജിനെ കുറിച്ച് പറയുവാണ്. പിന്നെ വരുന്ന സ്റ്റേജ് എന്ന് വെച്ചാൽ മാൻഹുഡാണ്. നമ്മളൊരു സോൾജിയറിനെ പോലെ, ഒരു ലെപ്പേർഡിനെ പോലെ നമ്മൾ ഹോട്ട് ടെമ്പേർഡാണ്, നമ്മൾ അംബീഷ്യസ് ആണ്. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഫേമസിനാവാൻ, അല്ലെങ്കിൽ ഫേമസ് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ ഫെയിമിന് വേണ്ടി നമ്മൾ ഡെത്ത് പോലും നമ്മൾ റിസ്ക് ചെയ്യും ഒരു വാറിൽ. അങ്ങനെ ഒരു സ്റ്റേജാണ് മാൻഹുഡ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഫിഫ്ത്ത് സ്റ്റേജ് മെച്യൂരിറ്റിയാണ്. നമ്മളൊരു ജഡ്ജിനെ പോലാണ്, അതൊരു അതോറിറ്റേറിയൻ ഫിഗറിനെ പോലാണ്. നമ്മൾ വളരെ പ്രോസ്പെറസ് ആണ്, സീരിയസ് ആണ്, ഫുൾ ഓഫ് പ്രാക്ടിക്കൽ വിസ്ഡമായി മാറും. മെച്യൂരിറ്റി ആയല്ലോ, അപ്പോൾ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കും. റെസ്പോൺസിബിലിറ്റിയും പവറുമാണ് ആ സ്റ്റേജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതാണ് ജഡ്ജിനെ ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. നമ്മുടെ ഐസൊക്കെ സിവിയർ ആവും, നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആവും. നമ്മുടെ താടിയൊക്കെ ഫോർമൽ കട്ടിൽ വരും. നമ്മളെല്ലാം എന്താ പറയുക, പ്രാക്ടിക്കലായിട്ട് നോക്കും. സിക്സ്ത് ഏജ് എന്ന് വെച്ചാൽ എന്താണ്? ഓൾഡ് ഏജ് ആണ്. വളരെ തിൻ, വീക്കാവും. നമ്മൾ സ്ലിപ്പേഴ്സിലായിരിക്കും ഡ്രസ്സ് ചെയ്തേക്കുന്നത്. മണിയൊക്കെ ഒരു പൗച്ചിൽ ക്യാരി ചെയ്യും നമ്മൾ. നമ്മുടെ വൺസ് സ്ട്രോങ് ആയിട്ടുള്ള ലെഗ്സൊക്കെ ഇപ്പോൾ തിന്നാവും. നമ്മുടെ ഡീപ്പായിട്ടുള്ള വോയിസ് ഒക്കെ ഫീബിളായിട്ട് മാറും. നമ്മളൊരു ചൈൽഡിഷ് നേച്ചറായിട്ട് മാറും. പറയാറില്ലേ ഓൾഡ് ഏജ് എന്ന് വെച്ചാൽ സെക്കൻഡ് ചൈൽഡ്ഹുഡ് ആണെന്നുള്ളത്? അങ്ങനെ. ലാസ്റ്റ് സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എക്സ്ട്രീം ഓൾഡ് ഏജ് അല്ലെങ്കിൽ ഡെത്ത്. നമ്മുടെ ഇവൻറ്റ്ഫുൾ ഹിസ്റ്ററി അവിടെ, സ്ട്രേഞ്ച് ആയിട്ടുള്ള ഇവൻറ്റ്ഫുൾ ഹിസ്റ്ററി അവിടെ എൻഡ് ചെയ്യുവാണ്. സെക്കൻഡ് ചൈൽഡിഷ്നെസ്സും എല്ലാം പോവുകയാണ്. നമുക്ക് ടീത്ത് ഇല്ല, സാൻസ് എന്ന് വെച്ചാൽ നത്തിങ്. വിത്തൗട്ട് ടീത്ത്, വിത്തൗട്ട് ഐസ്, വിത്തൗട്ട് ടേസ്റ്റ് ആൻഡ് വിത്തൗട്ട് എവറിത്തിങ്. നമുക്കെല്ലാം നഷ്ടപ്പെടുവാണ്. നമ്മൾ ഡെത്ത് എന്നുള്ള ഒബ്ലീവിയനിലോട്ട് നമ്മൾ അങ്ങ് പോവുകയാണ്. മാൻ ഒരു ഹെൽപ്ലെസ്നെസ്സിലോട്ട്, അതായത് സെക്കൻഡ് ചൈൽഡിഷ്നെസ്സിലോട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് ഇവിടെ ഷേക്സ്പിയർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻ ബീയിങ്സിൻ്റെ റോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരും ഓരോ പാർട്ട് പ്ലേ ചെയ്തിട്ട് അവരവരുടെ കാര്യം കഴിഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ ഒരു വേൾഡിനെയാണ് ഇവിടെ സ്റ്റേജായിട്ടും എല്ലാ ഹ്യൂമൻസിനെയുമാണ് ആക്ടേഴ്സായിട്ട് കമ്പയർ ചെയ്തേക്കുന്നത്. സൈക്കിൾ ഓഫ് ഹ്യൂമൻ ലൈഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ 7 സ്റ്റേജസ് പഠിച്ചിരിക്കണം. അതിനകത്തുള്ള ഓരോ സ്റ്റേജിലുള്ള ഫീച്ചേഴ്സും അറിഞ്ഞിരിക്കണം. ലാസ്റ്റ് സ്റ്റേജാണ് സെക്കൻഡ് ചൈൽഡിഷ്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓൾഡ് ഏജ് എന്നാണ്. ഓരോ സ്റ്റേജും ടെമ്പററി ആണ്, അതായത് നത്തിങ് ഇൻ ലൈഫ് ഇസ് പെർമനന്റ്. ഹ്യൂമൻ ബീയിങ്സ് യൂത്തിൽ നിന്ന് സ്ട്രെങ്ത്, പിന്നീട് വീക്ക്നെസ് ആൻഡ് ഡിക്ലൈൻ ചെയ്യുവാണ്. ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫാണ് സെക്കൻഡ് ചൈൽഡിഷ്നെസ്, അതായത് ഡെത്തിൻ്റെ ഇന്നവിറ്റബിലിറ്റിയെ കാണിക്കുവാണ്. നമുക്കൊരിക്കലും ഈ റോൾസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയില്ല. ടൈമും നേച്ചറുമാണ് നമുക്കിത് അസൈൻ ചെയ്യുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഫെയ്റ്റ്, അല്ലെങ്കിൽ നമുക്കൊരു ഫ്രീ വില്ല് കാണത്തില്ല. ഡിഫറെൻറ്റ് സ്റ്റേജസിൽ നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ റോളെല്ലാം ടെമ്പററി ആണ്. നമ്മൾ ലാസ്റ്റ് എൻഡിൽ വാനിഷ് ചെയ്യും. അതായത് ഹ്യൂമൻ അംബീഷൻ എന്ന് പറയുന്നത് വളരെ ഫ്രജൈലാണ്. അപ്പോൾ ഇത് ഏജിനെ കുറിച്ച് മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൻ്റെ ആ ഒരു ഫ്യൂട്ടിലിറ്റിയെക്കുറിച്ച്, അല്ലെങ്കിൽ ലൈഫിൻ്റെ മീനിങ്ങിനെ കുറിച്ചുമാണ് ആര് പറയുന്നത്? ഇദ്ദേഹം പറയുന്നത്. ഹ്യൂമൻ ലൈഫിനെ കുറിച്ചാണ് ആര് സംസാരിക്കുന്നത് ഇവിടെ? മെലങ്ക്ലി ജാക്സ് സംസാരിക്കുന്നത്. മെലങ്ക്ലി എന്ന് വെച്ചാൽ സാഡ് എന്നാണ് കേട്ടോ മീനിങ്. ഇതൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു സിനിക്കൽ ടോണിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം മോക്ക് ചെയ്തുകൊണ്ട് പറയുവാണ്. അതായത് ഹ്യൂമൻ ബീയിങ്സ് പവറിന് വേണ്ടി, ഇപ്പം തന്നെ ഈ മെലങ്ക്ലി ജാക്സ് കാട്ടിലെത്താനുള്ള സാഹചര്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ തന്നെ രാജാവിൻ്റെ ബ്രദർ കാട്ടിലോട്ട് ബാനിഷ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഫോറസ്റ്റിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നത്. അപ്പോൾ ആളുകൾ പവറിന് വേണ്ടി, ആളുകൾ ഗ്രീഡിന് വേണ്ടിയും പവറിന് വേണ്ടിയും എല്ലാ ആളുകളും ഓരോരുത്തരെ ചതിക്കുകയാണ് ചെയ്യുന്നത്, ബിട്രേ ചെയ്യുകയാണ് ഹ്യൂമൻ ബീയിങ്സ്. പക്ഷെ അവരാലോചിക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു നാളെ എന്ത് ചെയ്യും? ഡെത്ത് വരും, നമ്മൾ പോവേണ്ടി വരും. ഈ ഒരു തീമാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രാൻസിസ് ബേക്കണിൻ്റെ ഓഫ് സ്റ്റഡീസ് എന്നുള്ള എസ്സേ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഫ്രാൻസിസ് ബേക്കണിനെ കുറിച്ചുമൊക്കെ, അദ്ദേഹത്തിൻ്റെ ലിറ്റററി കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും 58 എസ്സേസ് ഒക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഓഫ് സ്റ്റഡീസ്, പിന്നെ ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ്, ഓഫ് ട്രൂത്ത്, ഇങ്ങനെ പറഞ്ഞ് കുറേ എസ്സേസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു മോറൽ ടോണാണുള്ളത്. ഇപ്പോൾ ഫ്രാൻസിസ് ബേക്കണിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നോക്കാം. ഇംഗ്ലീഷ് ഫിലോസഫർ, എസ്സേയിസ്റ്റ് ആണ്, സയൻറ്റിസ്റ്റ് ആണ്. ആൻഡ് എസ്സേസ് ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നത് 1597 ലൈഫിനെ കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചും മൊറാലിറ്റിയെക്കുറിച്ചും ലേണിങ്ങിനെ കുറിച്ചും ഒക്കെയാണ് എഴുതുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു. എഫോറിസം, എപ്പിഗ്രാംസ്, ബ്രെവിറ്റി, അതായത് വളരെ കൺസൈസ് ആയിട്ട്, വളരെ ഷോർട്ടായിട്ട്, കുഞ്ഞു സെൻറ്റൻസുകളിൽ വലിയ വലിയ ട്രൂത്തുകൾ പറയുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
അപ്പോൾ പാരഗ്രാഫ് 1 ഓഫ് സ്റ്റഡീസിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡീസിന് 3 പേർപ്പസാണ് ഉള്ളത്: ടു ഡിലൈറ്റ്, ഓർണമെൻറ്റ് ആൻഡ് എബിലിറ്റി. അതായത് സ്റ്റഡീസ് 3 പേർപ്പസാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. നമ്മളെ ഡിലൈറ്റ്ഫുൾ ആക്കുന്നു, അതിനുശേഷം എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്, അതായത് ഒരു പേഴ്സണൽ പ്ലഷർ നമുക്ക് ഉണ്ടാക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് സ്പീക്കിങ്ങും നമ്മുടെ കോൺവെർസേഷനും ഒക്കെ എൻഹാൻസ്ഡ് ആക്കുന്നു. ആൻഡ് ഡിസിഷൻ മേക്കിങ്ങിൽ നല്ലൊരു ജഡ്ജ്മെൻറ്റ് എടുക്കാൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പവർ നമുക്ക് തരുന്നു. അതായത് ഓരോ കാര്യങ്ങളെ നമ്മൾ വേർതിരിക്കാനും അതുപോലെ തന്നെ ഓരോ ഡിസിഷൻസ് എടുക്കാനും നല്ലൊരു ജഡ്ജ്മെൻറ്റൽ പവറും അതിനുള്ള എബിലിറ്റിയൊക്കെ എന്താണ് തരുന്നത്, നമുക്ക് സ്റ്റഡീസ് തരുന്നു. ആൻഡ് അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റ്, പക്ഷേ ഇദ്ദേഹം ഒരു വാർണിംഗ് തരുവാണ്. അതായത് ടു മച്ച് സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐഡിലായി പോവും. അതായത് നോളജിനെ നല്ല രീതിയിൽ നമുക്ക് ഓവർ യൂസ് ചെയ്യാനോ പ്രിറ്റൻഷ്യൻസ് ആയിട്ട് മാറാനോ ഒക്കെ നമ്മൾ ഒരു ടെൻഡൻസി വരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബുക്ക് ലേണിങ്ങിൽ മാത്രമാണ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ റിജിഡായി മാറും എന്ന് പറയുന്നു. അതായത് സ്റ്റഡീസ് നമ്മളെപ്പോഴും കമ്പൈൻ ചെയ്യേണ്ടത് എക്സ്പീരിയൻസ്, ഒരു പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസും കൂടി സ്റ്റഡീസിന് വേണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അല്ലാതെ ബുക്കിഷ് നോളജ് മാത്രമായിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പ്ലസ് എക്സ്പീരിയൻസും കൂടി നമുക്ക് വേണം. അതാണ് അദ്ദേഹം തരുന്ന വാർണിംഗ്. നമ്മൾ ടൂ മച്ച് ആയിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ഐഡിൽ പേഴ്സൺ ആയിട്ട് മാറും. നമുക്ക് വേറെ ഒന്നും ഇല്ല, നമ്മൾ ജസ്റ്റ് സ്റ്റഡീസിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ അങ്ങനെയല്ല. നോളജിനെ നമുക്ക് ഓവർ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചില ഭയങ്കരമായിട്ട് ബുക്കിഷ് നോളജ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ കോൺവെർസേഷൻസിലൊക്കെ നമ്മൾ ചുമ്മാ അതൊക്കെ എടുത്തിട്ട് പ്രിട്ടൻഷ്യസ് ആവാൻ ശ്രമിക്കും, ഫേക്ക് ആവാൻ ശ്രമിക്കും. പക്ഷെ അങ്ങനെയല്ല, ബുക്ക് ലേണിങ്ങിൽ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. നമ്മൾ സ്റ്റഡീസ് എന്തുമായിട്ട് കമ്പൈൻ ചെയ്യണം, എക്സ്പീരിയൻസുമായിട്ടും കമ്പൈൻ ചെയ്യണം. പാരഗ്രാഫ് 2 ബേക്കൺ എംഫസൈസ് ചെയ്യുന്നൊരു ബാലൻസ് ആണ്. റീഡിംഗ് എന്ന് പറയുന്നത് റീഡിംഗ് മേക്സ് എ പേഴ്സൺ ഫുൾ എന്നാണ് പറയുന്നത്. ഡിസ്കഷൻ അവരെ ക്വിക്കാക്കി മാറ്റും. ആ വായിച്ച കാര്യത്തിനെക്കുറിച്ച് ഡിസ്കഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് വളരെ ക്വിക്കാക്കി മാറ്റും. റൈറ്റിംഗ് എന്ന് പറയുന്നത് ആ പേഴ്സണെ എക്സാക്റ്റ് ആക്കി മാറ്റും. അതായത് ഇദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട് റീഡിങ്ങിലൂടെ നമുക്ക് കിട്ടേണ്ടതായിട്ട് അല്ലെങ്കിൽ പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടേണ്ടതായിട്ട്. ഇതെല്ലാം മൈൻഡിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെ എന്ത് ചെയ്യും, ഷാർപ്പൺ ചെയ്യുമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദോസ് ഹു റീഡ് ലിറ്റിൽ മസ്റ്റ് ഡിപ്പെൻഡ് മോർ ഓൺ മെമ്മറി. കുറച്ചേ വായിക്കത്തോളം എന്നുണ്ടെങ്കിൽ മെമ്മറിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ടി വരും നമ്മൾ. ദോസ് ഹു ഡിസ്കസ് ലിറ്റിൽ, കുറച്ചേ ഡിസ്കസ് ചെയ്യത്തോളം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻ്റലക്ച്വൽ പവറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടി വരും. കുറച്ചേ എഴുതത്തോളം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലവർനെസ്സിനെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതായത് റീഡിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഡിസ്കസിങ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം ഇൻ്റലക്ച്വൽ ഗ്രോത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കുറച്ചേ വായിക്കത്തോളം എന്നുണ്ടെങ്കിലും നമുക്ക് മെമ്മറി പവറിനെ കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ കുറച്ചേ നമ്മൾ ഡിസ്കസ് ചെയ്യത്തോളം എന്നുണ്ടെങ്കിൽ എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്, നമ്മൾ ഇൻ്റലക്റ്റിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. കുറച്ച് എഴുതത്തോളം എന്നുണ്ടെങ്കിലും നമ്മൾ ക്ലവർനെസ്സിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കുറച്ചല്ലേ എഴുതത്തോളം അല്ലെങ്കിൽ കുറച്ചേ എഴുതത്തോളം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലവർനെസ് ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും പെരുപ്പിച്ച് എഴുതേണ്ടി വരും. നമ്മൾ പറയത്തില്ലേ, വെറുതെ ഇങ്ങനെ എഴുതുമെന്ന് പറയത്തില്ലേ, ഗ്യാസ് എഴുതുമെന്ന് പറയത്തില്ലേ, അത്രയും ചെയ്യേണ്ടി വരും. അപ്പോൾ റീഡിങ്ങും റൈറ്റിങ്ങും ഡിസ്കസിങ്ങും എല്ലാം ഇൻ്റലക്ച്വൽ ഗ്രോത്തിന് എസെൻഷ്യലാണ്. പാരഗ്രാഫ് 3 എന്ന് പറയുമ്പോൾ സ്റ്റഡീസ് ക്യാരക്ടറിനെ ഷേപ്പ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഷുഡ് ബി ചോസൺ ബേസ്ഡ് ഓൺ വൺസ് നീഡ്സ്. അതായത് നമ്മുടെ ക്യാരക്ടറിനെ ഷേപ്പ് ചെയ്യുന്നതാണ് സ്റ്റഡീസ്. അത് ഒരാളുടെ നീഡ്സിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. ചില സ്റ്റഡീസ് നമ്മളെ ജഡ്ജ്മെൻറ്റ് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു. ചിലതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ നോളജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ബേക്കൺ പറയുന്നതെന്ന് വെച്ചാൽ ബുക്സ് എന്ന് പറയുന്നത് അത് അതുപോലെ അതായത് ബുക്സ് നമ്മൾ വായിച്ചങ്ങ് വിടുന്നു, അങ്ങനെ വായിച്ച് വിടരുത്. ബുക്സിനെ നമ്മൾ ഒരിക്കലും ഒരേ രീതിയിൽ കൺസ്യൂം ചെയ്യരുത്. ചില ബുക്സുകളെ നമ്മൾ ടേസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ വായിക്കും. ചില ബുക്കുകളെ നമ്മൾ സ്വാളോ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് പെട്ടെന്ന് വായിച്ച് വിടും, നമ്മൾ ക്വിക്കായിട്ട് റീഡ് ചെയ്ത് വിടും. ചില ബുക്കുകളെ നമ്മൾ ച്യൂ ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് വേണം വായിക്കാനെന്ന് പറയും. എന്ന് വെച്ചാൽ കെയർഫുള്ളായിട്ടും തെറവായിട്ടും അതിനെ പഠിച്ച് നമ്മൾ വായിക്കേണ്ടി വരും. അപ്പോൾ ക്രിട്ടിക്കൽ റീഡിങ്ങിനാണ് ഇവിടെ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബുക്കിലുള്ള ബ്ലൈൻഡ് ബിലീഫും അൺവൈസ് ആണ്. അതായത് ബുക്കിൽ പറഞ്ഞേക്കുന്നത് മാത്രമാണ് സത്യം എന്ന് ബിലീവ് ചെയ്യുന്നതും എന്താണ്, ആൻഡ് ദാറ്റ് ഈസ് അൺവൈസ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ. പിന്നെ പാരഗ്രാഫ് 4 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി കമ്പയർസ് സ്റ്റഡീസ് ടു ഫിസിക്കൽ എക്സസൈസ്. അതായത് ഒരു എക്സസൈസ് നമ്മുടെ ബോഡി പാർട്സ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണോ, ചില മെറ്റീരിയൽസ് നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചില കൈൻഡ്സ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഷോർട്ട് കമ്മിങ്സിന്, അതായത് നമ്മുടെ ബുദ്ധിയെ വികസിപ്പിക്കാനായിട്ടുള്ള അതിനെ സഹായിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരാളുടെ മൈൻഡ് വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഫോക്കസ്ഡ് അല്ല. മാത്സ് പഠിക്കുന്നത് കൂടുതൽ മാത്സ് നമ്മൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ കുറച്ചുകൂടി ഫോക്കസ് കൊണ്ടുവരും മൈൻഡിൽ.
ഇനി ഇപ്പോൾ നമുക്ക് ആർഗ്യുമെൻറ്റ്സിനെ എങ്ങനെ ഒരു ഡിസിഷനിൽ എത്തണമെന്നോ നമുക്ക് അറിയത്തില്ല. അപ്പോൾ ലോജിക് എന്നുള്ള കാര്യം നമ്മൾ കുറേ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ലോജിക്കൽ പ്രോബ്ലംസ് ഒക്കെ കുറേ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ട് വരും. റിമെമ്പർ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് കുറേ കാര്യങ്ങൾ. ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹിസ്റ്ററി വായിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിലെ ഡിഫക്റ്റിനും ഒരു റെമഡിയാണെന്നാണ് ആര് പറയുന്നത്? ബേക്കൺ പറയുന്നത്. സോ ഇതിനകത്ത് തീംസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോളജ് എന്ന് പറയുന്ന പ്ലഷറിനും കോൺവെർസേഷനും പ്രാക്ടിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനും വാല്യുബിൾ ആണ്. ബുക്ക് നോളജ് മാത്രമല്ല സഫീഷ്യൻ്റ് ആവുന്നത്, പ്രാക്ടീസിലൂടെ എക്സ്പീരിയൻസ് നമുക്ക് വേണം. എല്ലാ ബുക്സിനും ഒരേ ഈക്വൽ അറ്റൻഷൻ അല്ല കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞല്ലോ, ചിലതിനെ ചവച്ചരച്ച് പഠിക്കണം, ചിലതിനെ പെട്ടെന്ന് വായിച്ച് വിടണം എന്നൊക്കെ. ചിലതിനെ നമ്മൾ ഓടിച്ച് വായിച്ച് വിടാം, ചിലതിനെ നമ്മൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് വായിക്കേണ്ടി വരും, അല്ലേ? ഇനി സ്റ്റഡീസ് എന്ന് പറയുന്ന മെൻ്റൽ വീക്ക്നെസ്സിനും റെമഡിയാണ്. അതായത് ബോഡിക്ക് എങ്ങനെയാണോ എക്സസൈസ് സ്ട്രെങ്തൻ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. അപ്പോൾ ബേക്കൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് എന്ന് പറയുന്നത് ലൈഫുമായിട്ടും കോൺവെർസേഷനുമായിട്ടും നമ്മുടെ പ്രാക്ടിക്കൽ നോളജുമായിട്ടും ഒക്കെ അങ്ങ് എന്ത് ചെയ്യുകയാണ്, കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അതാണ് ഫ്രാൻസിസ് ബേക്കൻ്റെ ഓഫ് സ്റ്റഡീസ് എന്നുള്ള എസ്സേ.